ഏറെ കാലത്തിന് ശേഷം ഒരു സത്യനന്ദിക്കാട് മോഹൻലാൽ ചിത്രം. ഞാൻ ദേവദത്ത്. വെൽക്കം ടു പെട്രിക്കോഡ്. ഫീൽ ഗുഡ് സിനിമകളുടെ രാജാവ്, അല്ലെങ്കിൽ അതിനേക്കാൾ നന്നായി പറഞ്ഞ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകരിൽ ഒരാളായ സത്യനന്ദിക്കാടിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ഹൃദയപൂർവ്വം. ഫാമിലി ഓഡിയൻസ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് ഒരു സത്യനന്ദിക്കാട് പടം റിലീസാവുമ്പോഴാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയിലും സംഭവിക്കുന്നത്. സത്യനന്ദിക്കാട് മോഹൻലാൽ കോംബോയിൽ 20ാം ചിത്രം എന്നും എപ്പോഴും ആയിരുന്നു ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ളത്. ആ സിനിമ നമുക്ക് തന്നിട്ടുള്ളൊരു ഫീൽ ഉണ്ട്. മോഹൻലാലിനെ സത്യനന്ദിക്കാട് ഫ്രെയിമിൽ കാണുമ്പോൾ കിട്ടുന്നൊരു കംഫേർട്ട് ഉണ്ട്. അത് തന്നെയാണ് നമുക്ക് ഹൃദയപൂർവ്വത്തിലും കിട്ടുന്നത്. എന്നാൽ ഹൃദയപൂർവ്വം കുറച്ചുകൂടെ ഫ്രഷായ മോഹൻലാലിനെ നമുക്ക് തരുന്നത് മുമ്പുള്ള സിനിമകളേക്കാൾ കൂടുതൽ കുറെ കൂടെ ബ്രൈറ്റായ അല്ലെ യങ് ആയ മോഹൻലാലിന് ആ ഒരു കരിസ്മാറ്റിക് മോഹൻലാൽ വൈബ്സ് നമുക്ക് കിട്ടും ആ സിനിമയിലുടനീളം. മോഹൻലാൽ ചെയ്തിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിലും ഒരുപാട് ഇന്റൻസ് ലെയറിംഗ് ഒന്നും കൊടുത്ത് ഹെവി ആക്കാതെ ഓഡിയൻസിന് പെട്ടെന്ന് റിലേറ്റബിളും കണക്ട് ചെയ്യാനും സാധിക്കുന്ന ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അതിന് വളരെ ഈസി ആയിട്ട് വളരെ വളരെ എളുപ്പത്തിൽ പുൾ ഓഫ് ചെയ്തു മോഹൻലാൽ എന്ന ആക്ടർ. അത് നമുക്കറിയാം, നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടില്ല. ആളുടെ കാര്യത്തിൽ ഏത് ക്യാരക്ടർ കൊടുത്താലും വളരെ ഈസിയായി ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ അതിൽ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടും നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന പെർഫോമൻസസ് പറയുമ്പോൾ ഏറ്റവും ആദ്യം പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത് സംഗീത് പ്രതാപിന്റെ കേസാണ്. പ്രേമലൂല് നസ്ലൻ കോംബോയിൽ നമ്മളെ ഒരുപാട് എന്റർടൈൻ ചെയ്തെങ്കിലും ഇതിൽ ശരിക്കും നമ്മളെ വിസ്മയിപ്പിക്കുക ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ എന്ന ആക്ടറിന്റെ കൂടെ വളരെ പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ഒറ്റ വാക്കി തന്നെ അല്ലെങ്കിൽ ആദ്യ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ആളുടെ ഇൻട്രൊഡക്ഷൻ തൊട്ട് മോഹൻലാലുമായിട്ട് തരുന്ന ഒരു കെമിസ്ട്രി ഉണ്ട്, മോഹൻലാലിന്റെ കൂടെ കിട്ടുന്ന ഒരു കെമിസ്ട്രി ഉണ്ട്. നമുക്കത് ആ ഒരു വിഷ്വൽ കെമിസ്ട്രി ഏതൊരാൾക്കും ഏതൊരു ഓഡിയൻസിനും നമ്മൾ ഒരുപാട് ക്രിട്ടിക്കലായിട്ട് വ്യൂ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഏതൊരു സാധാരണ ആൾക്കും കാണുന്ന ആ ഫസ്റ്റ് ഗ്ലാൻസിൽ തന്നെ നമുക്കത് കിട്ടും. കാരണം അത്രയും നന്നായാണ് അവരുടെ ബോണ്ടിങ് പോർട്രേ ചെയ്തിട്ടുള്ളത്. അതിന് സത്യനന്ദിക്കാട് ബ്രില്യൻസ് തന്നെയാണ് നമ്മൾ എടുത്തു പറയുമ്പോൾ. എന്നാൽ ഈ ആക്ടേഴ്സിന് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അത് വളരെ വലിയൊരു പോസിറ്റീവാണ്. അതുപോലെ തന്നെ അതിന്റെ ഹീറോയിൻ ആയിട്ട് ചെയ്യുന്ന മാളവിക മോഹനന്റെ കാര്യമാണെങ്കിലും നമ്മൾ ഒരുപാട് മലയാള സിനിമകളൊന്നും കണ്ടിട്ടില്ല, എന്നാൽ മാസ്റ്ററിലും ഒരുപാട് തമിഴ് സിനിമകളിലെല്ലാം അഭിനയിച്ചിട്ടുള്ള, മലയാളത്തിൽ പട്ടം പോലെയാണ് എൻ്റെ ഓർമ്മയിലുള്ള അതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള മലയാളത്തിലുള്ള ചിത്രം, അതിന് മെയിൻ ലീഡ് റോളിൽ വന്നിട്ടുള്ളത്. പിന്നീട് ഗ്രേറ്റ് ഫാദറിൽ ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നീട് വന്നിട്ടുള്ളത് മോഹൻലാലിന്റെ ഹീറോയിനായിട്ടാണ്. അത് ഭയങ്കര ഫ്ലെയറിലാണ് അത് ചെയ്തിട്ടുള്ളത്. നമുക്ക് ശരിക്കും സ്ക്രീനിലെ അവരെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ഡിലൈറ്റ് അത് നമുക്ക് കിട്ടും. അത് ശരിക്കും അത് ഹ്യൂമൻ കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. അവർ മോഹൻലാലുമായിട്ടുള്ള ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന മൊമെന്റ്സ് ഉണ്ട്. അതെല്ലാം വളരെ വളരെ പെർഫെക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് സത്യനന്ദിക്കാട് എന്നുള്ള ഡയറക്ടർ. അത് ആളുടെ ഏറ്റവും എക്സ്പെർട്ടീസ് ഉള്ള ഏരിയ ആണ്. അതായത് ഹ്യൂമൻ കണക്ഷൻസിനെ സ്ക്രീനിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക. എന്നാൽ ആ സീനുകൾക്ക് കൂടുതൽ ഇമോഷണൽ ബാലൻസ് കൊടുക്കുന്നുമുണ്ട്. അതായത് സത്യനന്ദിക്കാടിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ആളെപ്പോഴും ഒരുപാട് ഇമോഷണൽ സീനുകളെ കൺവേ ചെയ്യുമ്പോൾ അതിന് ടോട്ടൽ ഇമോഷണൽ അക്കാരി തന്നെയല്ല പ്രസന്റ് ചെയ്യുന്നത്. അതിന് ശരിക്കും ഹ്യൂമറിലൂടെയാണ് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കാറ്. പുള്ളിയുടെ മുമ്പത്തെ സിനിമകൾ, അദ്ദേഹത്തിന്റെ മുമ്പത്തെ സിനിമകൾ നമ്മൾ എടുത്തു നോക്കി നമുക്കറിയാം, ആൾ ഹ്യൂമറിലൂടെയാണ് ഏറ്റവും ഡെപ്ത് ഉള്ള ഇമോഷൻസിനെ കൺവേ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇതിലും ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് മോഹൻലാലും മാളവിക മോഹനും തമ്മിലുള്ള കണക്ഷൻ ആണെങ്കിലും, മാളവിക മോഹന്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള അവരാണെങ്കിലും വളരെ നന്നായി തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ ഇതില് ലാലു അലക്സിന്റെ സീനുകളുണ്ട്. ലാലു അലക്സ്, ബാബുരാജ്, ഇവരെല്ലാം സ്ക്രീനിൽ വരുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഔട്ട് ഉണ്ട്. അത് നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, വളരെ റൈറ്റ് എമൗണ്ടിൽ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിൽ ഒരു ഫ്ലോയും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല.
ഫ്ലോസ് ഉണ്ട്. അവിടെ ഇവിടെ നമുക്കത് വേണമെങ്കിൽ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ കിട്ടാവുന്നതാണ്. എന്നാൽ ആ ഫ്ലോസിനെ എല്ലാം കൗണ്ടർ ചെയ്തുകൊണ്ട് ഈ മോഹൻലാൽ സംഗീത് പ്രതാപ് കോമ്പിനേഷനിൽ കിട്ടുന്ന കുറച്ച് എന്താ പറയുന്നത് കുറച്ച് മൊമെന്റ്സ് ഉണ്ട്. അത് ഈ സീൻ ഈ പറയുന്ന നമുക്ക് ചെറുതായിട്ടൊന്ന് ലാഗ് ആയോ എന്ന് നമുക്ക് തോന്നുന്ന, അല്ലെങ്കിൽ അത് ലാഗ് വരുമോ എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന മൊമെന്റിൽ തന്നെ അവരുടെ ഒരു കൗണ്ടർ വരും. ആ കൗണ്ടർ ശരിക്കും എനിക്ക് ഫീൽ ചെയ്തത് നമുക്കിപ്പോ കുറെ നാൾക്ക് ശേഷമാണ് ഒരു ഫീൽ ഗുഡ് സിനിമയിലെ എല്ലാ കോമഡിക്കും ആ തിയേറ്റർ മൊത്തത്തിൽ എൻജോയ് ചെയ്ത് കൈയടിക്കുന്നതാണെന്ന്. അല്ലെങ്കിൽ ബാക്കി സിനിമകൾ കാണുമ്പോൾ കുറച്ച് പേർക്ക് കുറച്ച് വിഭാഗത്തിന് കണക്ട് ആവാറില്ല, കുറച്ച് ഫാമിലി ഓഡിയൻസ് മാത്രമായിട്ട് കൈയടിക്കുന്നത് കാണാം. അപ്പോൾ അത് പൊതുവെ നമുക്കൊരു എന്താ പറയുന്നത്, നമുക്ക് തിയേറ്ററിൽ ഇരിക്കുന്ന എന്നെ പോലൊരു സിനിമയിൽ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്കൊരു ബുദ്ധിമുട്ടാവാറുണ്ട്. കാരണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നില്ലോ, അല്ലെങ്കിൽ എല്ലാവർക്കും കണക്ട് ആവുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നാറുണ്ട്. അതൊരു തെറ്റാണെന്നല്ല പറയുന്നത്, പക്ഷെ എന്നാലും എനിക്ക് ആഗ്രഹമുണ്ട് ഒരു സിനിമ നമുക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അത് എല്ലാവർക്കും കണക്ട് ആവണം, അത് എല്ലാവർക്കും റിലേറ്റബിൾ ആവണം, അല്ലെങ്കിൽ റിലേറ്റബിൾ എന്നതിനൊക്കെ കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് നമുക്ക് തോന്നാറുണ്ട്. അത് ഈ സിനിമയിൽ എനിക്ക് കിട്ടി. എനിക്ക് ആ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ അതിൽ ഫാമിലി ഓഡിയൻസ് ഉണ്ട്, പക്ഷെ സത്യം പറഞ്ഞാൽ ഫാമിലി ഓഡിയൻസിനൊക്കെ കൂടുതൽ ടീനേജേഴ്സും യൂത്തും ആയിരുന്നു ഞാൻ കയറിയ ഷോയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാവരെയും, എല്ലാ ഏജ് ഗ്രൂപ്പ്സിനെയും എല്ലാവരെയും എന്റർടൈൻ ചെയ്തിട്ടാണ് ആ സിനിമ മുന്നോട്ട് പോയത്. ആ സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ഗ്ലിംസസ് ഓഫ് ഹ്യൂമർ നമുക്ക് ആ പടത്തിന്റെ അവസാനം വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ആ എന്താ പറയുന്ന മ്യൂസിക് ആണെങ്കിലും, മ്യൂസിക്കിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാം പെർഫെക്റ്റ് എന്ന് എനിക്ക് എടുത്തു പറയാൻ സാധിക്കില്ല. വളരെ നല്ലൊരു കോൺട്രിബ്യൂഷൻ തന്നെ ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക്. എന്നാൽ എല്ലാ ട്രാക്കുകളും പെർഫെക്റ്റ് ആണെന്നോ, അല്ലെങ്കിൽ എല്ലാ ട്രാക്കുകളും വെൽ പ്ലേസ്ഡ് ആണെന്നോ ഞാൻ അവകാശപ്പെടുന്നില്ല. വെൽ പ്ലേസ്ഡ് എന്ന് വെച്ചാൽ ഡയറക്ഷൻ സൈഡിലല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്താ പറയുന്നത്, ഇവിടെ അങ്ങനെ ഒരു പാട്ട് നമുക്ക് തരുന്നൊരു മൂഡുണ്ട്. അത് ശരിക്കും അവിടെ വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്നെനിക്ക് പേഴ്സണലി തോന്നിയിരുന്നു. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പക്ഷെ അതൊന്നും നമ്മളെ ഈ സിനിമ കാണാനുള്ള മൂഡിനെ സ്പോയിൽ ചെയ്യുന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്കിപ്പോ എനിക്കത് പേഴ്സണലി ആ പാട്ട് അവിടെ വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നിയെങ്കിൽ പോലും അത് തോന്നുന്നത് എപ്പോഴാണ്, സിനിമ കാണുമ്പോഴല്ല, ആ സിനിമ കണ്ടതിന് ശേഷം അതിനെ റീവാച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അത് തന്നെയാണ് ആ എന്താ പറയുന്നത് ആ ടീം മുമ്പോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും അവരുടെ എക്സലൻസ് നമുക്ക് അറിയാൻ പറ്റുന്നത് അങ്ങനെ. അതായത് നമുക്ക് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നും ബോധേഡല്ല. നമ്മൾ ആ സിനിമയിൽ ഇന്നാണ്, നമ്മൾ ആ കഥയിലേക്ക് ഇന്നാണ്, നമുക്ക് ആ ക്യാരക്ടേഴ്സിനെ നേരിട്ട് അറിയാം, നമ്മൾ അവരിൽ ഒരാളാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കും. അത് നമ്മളെ ഇതുവരെയുള്ള എല്ലാ സത്യനന്ദിക്കാട് ചിത്രങ്ങളിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് തന്നെ ഈ സിനിമയും എനിക്ക് നൽകിയിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എഡിറ്റർ ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ഒന്നും എല്ലാത്തിലും എന്താ പറയുക, നമുക്കെല്ലാം ഭയങ്കര ഈസി ആയിട്ട് ചെയ്ത പോലെ ഫീൽ ചെയ്യും. അത് തന്നെയാണ് അവരുടെ പ്രൊഫഷണലിസം എന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമുക്ക് ഒന്നും ഒരുപാട് എഫേർട്ട് എടുത്തോ അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പ്രസന്റ് ചെയ്തു എന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. വളരെ ഈസി ആയിട്ട് പ്രസന്റ് ചെയ്തു, വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത ഫോർമാറ്റിലാണ് നമുക്കത് കൺസീവ് ചെയ്യാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ആ സിനിമയുടെ ഏറ്റവും മികച്ച ഭാഗവും. അതായത് മോഹൻലാൽ സത്യനന്ദിക്കാട് കോമ്പോയിൽ ഒരു സിനിമ വരുമ്പോൾ നമ്മൾ ഫാമിലി ഓഡിയൻസ് പ്രതീക്ഷിക്കുന്ന ആ ഒരു കംഫർട്ട്, ആ ഒരു വാംത്ത് എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ അതിന്റെ കൂടെ തന്നെ മോഹൻലാൽ ആരാധകർ എന്നുള്ളവർക്ക് ആ ഒരു കമ്മ്യൂണിറ്റി, അതായത് ആ കമ്മ്യൂണിറ്റി എന്ന് പറയാനില്ല, എല്ലാ മലയാളികളും മോഹൻലാൽ ആരാധകർ തന്നെയാണ്. ആ കൂട്ടത്തിൽ വന്നിരിക്കുമ്പോൾ നമുക്കൊരു പോയിന്റിൽ എപ്പോഴെങ്കിലും ആ ഒരു മോഹൻലാൽ മൊമെന്റ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്കത് തരും. അതും എടുത്തു പറയേണ്ടതുണ്ട്. കാരണം നമ്മൾ ശരിക്കും അതൊരു സത്യനന്ദിക്കാട് ചിത്രത്തിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് അല്ല. പക്ഷെ ഇവിടെ അത് വേണമായിരുന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ ആ സ്പോട്ടിൽ നമുക്ക് അത് തരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആ ഒരു ക്വെഞ്ച്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ക്വസ്റ്റ് ഉണ്ടല്ലോ, നമുക്ക് ആ മോഹൻലാൽ മൊമെന്റ് കിട്ടണം എന്നുള്ളതിന്, അത് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അത് എല്ലാവർക്കും സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് എടുത്ത് പറയുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ല കംഫർട്ടിങ് ആയിട്ടുള്ള ഒരു പാക്കേജാണ് ഹൃദയപൂർവ്വം എന്നുള്ള സിനിമ. അതിലത്തെ ആ പാട്ടുകളാണെങ്കിലും ഭയങ്കര കുറച്ച് എന്താ പറയുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു മോഹൻലാൽ മൊമെന്റിൽ കിട്ടുന്ന ഒരു മ്യൂസിക് ഉണ്ട്. നമ്മൾ ട്രെയിലറിൽ കേട്ടിട്ടുള്ള ഒരു ട്രാക്ക് തന്നെയാണ് വരുന്നത്. ഇതൊരു സ്പോയിലർ ആവില്ലെന്ന് വരുന്നു. ഇല്ല, സ്പോയിലർ ഒന്നും
ആവില്ല. സത്യനന്ദിക്കാട് ചിത്രത്തിന് നമുക്കൊരു സ്പോയിലർ ആവാൻ സാധിക്കില്ല. കാരണം എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആ സിനിമയുടെ ഒരു ഫ്ലോ എങ്ങനെയാന്നുള്ളത്. അത് തന്നെയാണ് ആ സിനിമ കൊടുക്കുന്നത്, അത് തന്നെയാണ് ആ സിനിമയിൽ നിന്ന് കിട്ടുന്നത്. എന്നാൽ നമ്മൾ ഒരു തരി പോലും ലാഗ് ചെയ്യിപ്പിക്കുകയോ മടുപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ ഈസിയായി ഹാൻഡിൽ ചെയ്ത് നമുക്ക് ഒരു ഫാമിലി ആയിട്ട് പോയിരുന്ന് കണ്ട് സന്തോഷിച്ച് ചിരിച്ച് ഒരുപാട് എന്താ പറയുക ഇമോഷൻസ് എല്ലാം നമുക്ക് ഫീൽ ചെയ്ത് അവസാനം നമ്മളെല്ലാം സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് ഫാമിലിയിൽ പോയാൽ എൻജോയ് ചെയ്ത് എന്റർടൈൻഡ് ആയി തിരിച്ചു വരാവുന്ന ഒരു സിനിമ. അതാണ് ശരിക്കും ഹൃദയപൂർവ്വം. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ റിവ്യൂസും നിങ്ങളുടെ ഒപ്പീനിയൻസും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ്സ് ആയിട്ട് കൊടുക്കണം വേണം. കാരണം എന്നാലേ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ കമന്റ് ബോക്സും നമുക്കൊരു ഡിസ്കഷൻ സ്പേസ് ആയിട്ട് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ നിങ്ങളുടെ വ്യൂസും കൂടെ വരുമ്പോഴാണ് ഞാനെന്ന സിനിഫൈലിൽ എനിക്കത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ. അതെനിക്ക് ശരിക്കും കൂടുതൽ സിനിമകളുടെ റിവ്യൂസ് ചെയ്യാനും കൂടുതൽ അത് ഇടാനും പ്രയോജനകരമാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.